നെടുപുഴ വനിതാ പോളിടെക്നിക് കോളേജിലെ അധ്യാപകനെതിരായ വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ പ്രിൻസിപ്പൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചും പ്രിൻസിപ്പാളിന്റെ രാജി ആവശ്യപ്പെട്ടും കെഎസ്യു പ്രവർത്തകർ പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചു. കോളേജിലെ അധ്യാപകനെതിരെ കുട്ടികൾ പീഡന പരാതി നൽകി 1 മാസം കഴിഞ്ഞിട്ടും അധ്യാപകനെതിരെ നടപടിയെടുക്കാത്തതിലും പരാതി പോലീസിന് കൈമാറാത്തതിലും പ്രതിഷേധിച്ചാണ് കെഎസ്യു പ്രവർത്തകർ പ്രിൻസിപ്പാൾ VA ജ്ഞാനാംബികയെ ഉപരോധിച്ചത്. കോളേജിലെ 21 ഫൈനൽ ഇയർ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിനികളാണ് ലാബിലെ ഇൻസ്ട്രക്ടറായ അധ്യാപകനെതിരെ മാനസികമായി ഉപദ്രവമുണ്ടായെന്ന് കാണിച്ച് പരാതി നൽകിയത്. എന്നാൽ പ്രിൻസിപ്പാൾ പരാതി പോലീസിന് കൈമാറിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കെഎസ്യു പ്രവർത്തകർ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പാളുമായി പോലീസ് നടത്തിയ ചർച്ചയിൽ അധ്യാപകനെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പു ലഭിച്ചതായും ഉപരോധ സമരം അവസാനിപ്പിക്കണമെന്നും പോലീസ് സമരക്കാരെ അറിയിച്ചുവെങ്കിലും പ്രവർത്തകർ വഴങ്ങിയില്ല. തുടർന്നാണ് പോലീസ് ഉപരോധകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അതേസമയം വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും പ്രിൻസിപ്പാൾ പറഞ്ഞു. ഇന്റേണൽ കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതായും ഇക്കാര്യം മേലധികാരികളെ അറിയിച്ചതായും വിദ്യാർത്ഥിനികൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പോലീസിൽ പരാതി നൽകാതിരുന്നതെന്നും പ്രിൻസിപ്പൽ ജ്ഞാനാംബിക പറഞ്ഞു. കുട്ടികൾ കംപ്ലൈന്റ് തന്നിരുന്നു, പക്ഷെ അവരാരും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറല്ല. കാരണം കുട്ടികൾ പെൺകുട്ടികളാണ്. അവരെ സംബന്ധിച്ചുള്ള അവർക്കതൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് അങ്ങനെ ഒരു ഉറപ്പും കൂടി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി അന്വേഷിക്കുന്നതും അതിൻ്റെ റിപ്പോർട്ട് നമ്മുടെ മുകളിലേക്ക് ഫോർവേഡ് ചെയ്യുകയും അവിടെ നിന്ന് നമുക്കൊരു വകുപ്പുതല നടപടി എന്ന നിലയിൽ ഒരു സസ്പെൻഷൻ ഓർഡർ പുള്ളിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയിട്ടൊന്നുമില്ല. പരാതിക്കാര് 29 കുട്ടികളുണ്ട്. TCV തൃശൂർ.